നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദുഃഖവെള്ളിയിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ വിശ്വാസികൾ. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തീർത്ഥ കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. സർവീസ് റോഡിലെ ടാറിംഗ് ഇളങ്ങിപ്പോയതിനെ തുടർന്ന് രൂപപ്പെട്ട കുഴിയിൽ കണ്ടെയ്നർ ലോറി താഴ്ന്നാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ ആമ്പല്ലൂർ ജംഗ്ഷൻ കടക്കാൻ വാഹനങ്ങൾക്കേറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടതിന് നടന് നോട്ടീസ് നൽകി പോലീസ്. കഴിമ്പ്രം ബീച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന രാമു കാര്യാട്ട് അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാതെ മാറി നിന്ന് ഷൈൻ ടോം ചാക്കോ. അവാർഡ് നിശയിൽ ഷൈൻ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. കേരള പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് മാന്തോപ്പിനായി ഇതുവരെ ചെലവഴിച്ചത്. കാറളം വെള്ളാനിയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പദ്ധതിയാണ് തൂണുകളും ഇരുമ്പും ചട്ടക്കൂടുകളുമായി അവശേഷിക്കുന്നത്. വേലിയേറ്റം പതിവാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ പുഴയോരങ്ങളിലെ ജീവിതം ദുരിതപൂർണമാകുന്നു. പുഴയുടെ ആഴം കൂട്ടണമെന്ന് പ്രദേശവാസികൾ. ചെറുതുരുത്തി പള്ളത്ത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും അനാവശ്യമായിരുന്നുവെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണ് നടത്തിയതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ. തൃപ്രയാർ സെന്ററിൽ അപകടങ്ങൾ പതിവാകുന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്നാവശ്യം. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഹെൽത്ത് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാർ ടോണി നീലങ്കാവിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബൈക്ക് കുറുകെ നിർത്തി ബസ് തടഞ്ഞ് യുവാവിന്റെ പരാക്രമം. ഏറെ നേരം ബസ് തടഞ്ഞു നിർത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാടക അഭിനേതാവും രചയിതാവുമായ പെരുവല്ലൂർ ശശി തച്ചപ്പുള്ളിയുടെ ആദ്യത്തെ പുസ്തകം നിളയുടെ മാറിലൊരു തീകോളം എന്ന നോവലിന്റെ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. MLA മുരളി പെരുന്നല്ലി പുസ്തകം ഏറ്റുവാങ്ങി. IMA കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 12ഓളം സംഘടനകൾ ലഹരിക്കെതിരെ കൈകോർക്കുന്നു. സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്യും. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഉല്ലൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, ബ്രദർ ജീസൻ പുത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് തിരുവില്ലാമല സെന്റ് ജോർജ് ദേവാലയത്തിൽ പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ നടന്നു. പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശ്വനാടക ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തനമായിരിക്കുന്ന ഗിരീഷ് കർണാടകിന്റെ നാമധേയത്തിനുള്ള തിയേറ്റർ സ്മാരകവേദി 5ാമത് അവാർഡിന് കവിയും ഗാനരചയിതാവും നാടൻപാട്ട് കലാകാരനുമായ രമണൻ തളിക്കുളത്തിനെ തിരഞ്ഞെടുത്തു. മെയ് 29-ന് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ അവാർഡ് വിതരണം ചെയ്യും. ഏങ്ങണ്ടിയൂർ കാരുണ്യ സഹായ വിതരണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് വിഷു ഈസ്റ്റർ ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു. വാടാനപ്പള്ളി പോലീസ് SHO BS ബിനു ഉദ്ഘാടനം ചെയ്തു.
തിരുവിലാമലയിൽ തെരുവ് കാളയിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവിലാമല മടപ്പുള്ളി വീട്ടിൽ ദാക്ഷായണിക്കാണ് പരിക്കേറ്റത്. പാലപ്പിള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അവിക് മേനോനെ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ പെസഹ രാത്രിയിൽ അരങ്ങേറിയ നാടകം അഗാപ്പെ ശ്രദ്ധേയമായി. യേശുവിന്റെ അന്ത്യഅത്താഴം പ്രമേയമാക്കി സീനിയർ CLC യൂണിറ്റാണ് നാടകം അവതരിപ്പിച്ചത്. പ്രാദേശിക ഭരണ സംവിധാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം വേണമെന്ന് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാരിന്റെ മാതൃക പിന്തുടർന്ന് കേരള സർക്കാരും സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യം. ദുഃഖവെള്ളി ദിനത്തിൽ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമല കയറാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെത്തി. ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പമാണ് കളക്ടർ കനകമല കുരിശുമുടി കയറാനെത്തിയത്. കുഞ്ഞു കരയാതിരിക്കാൻ പാട്ടുപാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അമ്മ. കൊണ്ടായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാഴി സ്വദേശിനി ശ്രീധന്യാണ് ഗാനമാലപിച്ച് ശ്രദ്ധേയമായത്. പാലിക്കൽ വിശുദ്ധ മത്തായി സ്ലീഹായുടെ പള്ളിയിൽ പെസഹ ദിനത്തോടനുബന്ധിച്ച് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെക്കാനായി 15 അടി ഉയരത്തിൽ തെർമോകോളിൽ നിർമ്മിച്ച അരുളിക്ക ശ്രദ്ധേയമായി. ഇടവകയിലെ കലാകാരനായ ജിജോ തറയലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1 മാസത്തെ പ്രയത്നത്തിലൂടെയാണ് അരുളിക്ക ഒരുക്കിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മണ്ണൂത്തി സ്വദേശിയുമായ പണിക്ക വീട്ടിൽ നൌഫിൽ എന്നയാൾക്കെതിരെ കളക്ടർ കാപ്പ ചുമത്തി. വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫിൽ. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിൽ ഇടിച്ചത്. ആർക്കും പരിക്കില്ല. കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിനീർ നൽകി നഗരസഭാ കൌൺസിലറും സഹപ്രവർത്തകരും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബിനെ നേതൃത്വത്തിൽ 35-ാം വാർഡ് വികസന സമിതിയാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. പെരിഞ്ഞനം ചക്കരപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ക്ലബിന്റെ 31ാമത് വാർഷികാഘോഷം ഈ മാസം 20-ന് നടക്കും. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. 24ാമത് രാമു കാര്യാട്ട് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജനകീയ സൗഹൃദ വേദിയിലൂടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.